ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ മുൻപിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സമകാലികമായ പല മാധ്യമ വാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ ഒരു ചിന്തയുണ്ട്. നമുക്ക് വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിയെ കൊല്ലുവാൻ കഴിയുമോ? വാക്കുകൾ കൊണ്ട് കൊല്ലാമോ? ഒരു വ്യക്തി ആയിരിക്കുന്ന, അവൻ ശോഭിച്ചുകൊണ്ട് നിൽക്കുന്ന അവൻ്റെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്ന് നമ്മുടെ വാക്കുകൾ അവനെ തളർത്തി അവൻ്റെ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ വാക്കുകൾക്ക് കഴിയുമോ? നമുക്ക് ഏവർക്കും അറിവുള്ള ഒരു കാര്യമാണ്, നിലാവ് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് നിന്ന ഒരു മനുഷ്യൻ്റെ മുഖം തൻ്റെ കാതുകളിൽ വന്നു പതിച്ച കഠിനമായ വാക്കുകൾ കേട്ട് കാർമേഘം പോലെ ഇരുളടയുന്നത് നമ്മൾ ഏവരും കണ്ടതാണ്. വാക്കുകൾ കൊണ്ട് കൊല്ലുവാൻ കഴിയുമെന്ന് ദൈവവചനം വായിച്ചപ്പോൾ എനിക്ക് ഗ്രഹിക്കുവാൻ കഴിയും. യിരെമ്യാവിൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: വരുവീൻ, നമുക്കവനെ നാവ് കൊണ്ട് കൊല്ലാം. വരുവീൻ, നമുക്കവനെ നാവ് കൊണ്ട് കൊല്ലാം. ആരാണ് യിരെമ്യാ പ്രവാചകൻ? കണ്ണീരിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നവൻ. തൻ്റെ മുൻപിലായിരിക്കുന്ന ജനത്തോട് തങ്ങളെ നടത്തിയ ദൈവത്തെ വിട്ട് പാപത്തിലേക്ക് തിരിഞ്ഞ് ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഏറി കഠിനമായ ശോധനയിലൂടെ ജനം പോകുന്നത് തങ്ങളെ നടത്തിയ ദൈവത്തിൻ്റെ വഴികൾ വിട്ട് അന്യ ദൈവങ്ങളെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നെന്ന് കണ്ടപ്പോൾ പ്രവാചകൻ അരുളി ചെയ്തു, മടങ്ങി വരിക, നിങ്ങളെ നടത്തിയ ദൈവത്തിങ്കലേക്ക് നിങ്ങൾ മടങ്ങി വരിക എന്ന് മുൻപിലിരിക്കുന്ന ജനത്തോട് വിളിച്ചു പറയുമ്പോൾ ജനം പറയുകയാണ്, നമുക്കിവനെ നമ്മുടെ ഭുജബലം കൊണ്ടോ നമ്മുടെ കായിക ബലം കൊണ്ടോ നമ്മുടെ സാമ്പത്തിക നന്മ കൊണ്ടോ ഈ പ്രവാചകനെ തകർത്ത് കളയുവാനും ഒതുക്കിക്കളയുവാനും കഴിയത്തില്ല. നമുക്ക് ഈ വ്യക്തിയെ നമ്മുടെ മുൻപിൽ നിന്ന് മുറ്റും മായ്ച്ചു കളയണമെങ്കിൽ അവരൊന്നിച്ചു കൂടി ഒരു തീരുമാനമെടുത്തു, വരുവീൻ, നമുക്കിവനെ നാവ് കൊണ്ട് കൊല്ലാം. ഒരു പ്രവാചകനെ അവനായിരിക്കുന്ന പ്രവാചക ശുശ്രൂഷയിൽ നിന്ന് മാറ്റിക്കളയുവാൻ നാവിന് ശക്തിയുണ്ടെന്ന് ധരിച്ച ജനം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ ഭക്തനായ ഇയ്യോബിനെ പറ്റി ദൈവം തന്നെ ഇങ്ങനെ സാക്ഷിച്ചു: ഇതാ നിഷ്കളങ്കനും നിർദോഷിയും ദോഷം വിട്ടകലുന്നവനും ദൈവഭക്തനുമായ ഇയ്യോബ്. ആ ഇയ്യോബിന് ഒരിക്കൽ ദൈവം അനുവദിച്ച് തൻ്റെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റടിച്ചപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ ഭൗതിക നന്മകളൊക്കെ മാറുക മാത്രമല്ല സഹോദരങ്ങളെ, തൻ്റെ മുൻപിൽ താൻ പ്രാണന് തുല്യം സ്നേഹിച്ച തൻ്റെ 10 മക്കളുടെ ശവപ്പെട്ടി ഒരു ദിവസം കൺമുൻപിൽ കണ്ട ഇയ്യോബ് അത് കണ്ടിട്ട് പോലും പതറിയില്ല. ഇയ്യോബ് വിളിച്ചു പറഞ്ഞു, എൻ്റെ ദൈവം തന്നു, ദൈവം എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന്. അത് കഴിഞ്ഞപ്പോൾ ഇയ്യോബിൻ്റെ ശരീരം പഴുത്ത് തൻ്റെ ദേഹത്തിൽ നിന്ന് ദശ അടന്ന് വീണ് ചാരത്തിലിരുന്ന് ഒരു ഒട്ടുകഷണം എടുത്ത് ചുരണ്ടിക്കൊണ്ട് ഇരുന്ന ഇയ്യോബിനെ നോക്കി തൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ സേവിക്കുന്ന ഈ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞിട്ട് നിങ്ങൾ പോയി ചത്തുകളക എന്ന് സ്വന്തം ഭാര്യ പറഞ്ഞപ്പോൾ ഇയ്യോബ് പറഞ്ഞു,
നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കരുത്. കാരണം നമ്മളാണ് ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിച്ചത്. ആ ദൈവത്തിൽ നിന്ന് നമ്മൾ തിന്മയും അനുഭവിക്കേണ്ടതല്ലയോ? എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഷ്ടതയുടെ തീച്ചൂളയിലൂടെ ഇയ്യോബ് കടന്നു വന്നപ്പോ ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ ഇയ്യോബിനെ കാണുവാൻ കടന്നു വരികയുണ്ടായി. ഇയ്യോബിന്റെ കഷ്ടതയുടെ കഠിന ശോധനയുടെ അവസ്ഥ കണ്ടപ്പോ അവർ ഇയ്യോബിനെ ആശ്വസിപ്പിക്കുന്ന, വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി. അവരുടെ ഓരോ ചോദ്യവും മുള്ളു തറയ്ക്കുന്നത് പോലെ ഇയ്യോബിന്റെ ഹൃദയത്തെ കീറി മുറിച്ചപ്പോ ഇയ്യോബ് വിളിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം എൻ്റെ മനസ്സ് വ്യസനിപ്പിക്കുകയും നിങ്ങളുടെ മൊഴികളാൽ എന്നെ തകർത്ത് കളയുകയും ചെയ്യും. ശരീരം തകർന്നു വീണപ്പോ, കുഞ്ഞുങ്ങൾ തൻ്റെ മുൻപിൽ നിന്നും മാറ്റപ്പെട്ടപ്പോ ഇയ്യോബിന് തോന്നാത്ത വേദനയായിരുന്നു. തൻ്റെ സ്നേഹിതന്മാർ കടന്നു വന്ന് ആഴത്തിലുള്ള മുറിവ് തൻ്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ചപ്പോ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല എന്ന് ഇയ്യോബ് വിളിച്ചു പറഞ്ഞു. സഹോദരങ്ങളെ, അതുപോലെ തന്നെ വചനം കാണിച്ചു തരുന്ന മറ്റൊരു വ്യക്തിയാണ് ഏലിയാവ്. ഒറ്റ ദിവസം കർമ്മേലിന്റെ മുകളിൽ നിന്നുകൊണ്ട് ബാലിന്റെയും അശേരയുടെയും 850 പ്രവാചകന്മാരെ ഒറ്റ വാളുകൊണ്ട് ഒരു ദിവസം കൊണ്ട് വെട്ടിക്കളഞ്ഞ ഏലിയാവ്, ഞാൻ സേവിക്കുന്ന ദൈവമാണ് സത്യ ദൈവമെന്ന് വിളിച്ചു പറഞ്ഞ ഏലിയാവ് ചെയ്തതെല്ലാം കൊട്ടാരത്തിന്റെ അന്തഃപുരത്തിന്റെ അകത്തിരുന്ന ഇസബേലിനെ അറിയിച്ച വ്യക്തിയാണ് ആഹാബ്. എന്താണ് കർമ്മേലിൽ നടക്കുന്നതെന്ന് ഇസബൽ അല്ല അറിഞ്ഞത്, കണ്ടുകൊണ്ട് നിന്ന ആഹാബ് ഇസബലിനോട് ചെന്നു പറഞ്ഞു, നമ്മളുടെ 850 പ്രവാചകന്മാരെ ഏലിയാവ് വെട്ടിക്കളഞ്ഞു. ഇന്നും അകത്തിരിക്കുന്ന ഇസബല്ലമാർക്ക് വാർത്തകൾ ചോർത്തിക്കൊടുക്കുന്ന ആഹാബുമാര് നമ്മുടെ ചുറ്റിനുമുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇസബലിന്റെ ഉള്ളിൽ വിഷം കുത്തി നിറച്ചു കഴിഞ്ഞപ്പോ ഇസബല് വിളിച്ചു പറയുകയാണ്, നാളെ ഈ നേരത്ത് ഏലിയാവേ, നിന്റെ ജീവനെ എന്റെ പ്രവാചകന്മാരുടെ ജീവനിൽ ഒരുത്തനെ പോലെ ആക്കുന്നില്ല എങ്കിൽ എന്റെ ദൈവം എന്നോട് ചോദിക്കട്ടെ. കർമ്മേലിൽ ഒറ്റയ്ക്ക് നിന്ന പ്രവാചകൻ ഒരു സ്ത്രീയുടെ ശബ്ദത്തിന്റെ മുൻപിൽ ഇതാ നമുക്ക് കാണാൻ കഴിയും. ഒരു ചൂരച്ചെടിയുടെ തണലിൽ, മതി കർത്താവേ മതി, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ചുരുണ്ടു കൂടി കിടക്കുന്ന ഒരു ഏലിയാവ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, സഹോദരങ്ങളെ, വാക്കുകൾ കൊണ്ട് നമുക്ക് ആഴത്തിലുള്ള മുറിവുകൾ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കുവാൻ കഴിയും. ഇന്നും ആഹാബുമാരും ഇസബല്ലമാരും നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിന്നെ തളർത്തിക്കളയുവാൻ, നിന്നെ ഭൂമിയിൽ നിന്ന് പോലും മാറ്റിക്കളയുവാൻ ശക്തിയുള്ള വാക്കുകൾ കൊണ്ട് കൊല്ലുവാൻ കഴിയും സഹോദരങ്ങളെ. എന്നാൽ നീ ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ തിരുവചനം ധ്യാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവസന്നിധിയിൽ വില മുടക്കുന്ന വ്യക്തിയാണെങ്കിൽ, എനിക്ക് ധൈര്യത്തോടെ നിങ്ങളുടെ മുൻപിൽ നിന്ന് വിളിച്ചു പറയുവാൻ കഴിയും, ഇയ്യോബിന്റെ ദൈവം, ഏലിയാവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. കാരണം എന്തെന്നല്ലേ, ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായങ്ങൾ വായിച്ചു തീരുമ്പോ 1-ാം അധ്യായത്തിനകത്ത് സകലതും നഷ്ടപ്പെട്ട ഇയ്യോബിനെ കാണുന്നെങ്കിൽ 42-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം സകലതും ഇരട്ടിയായി മടക്കി കൊടുത്ത ഒരു ഇയ്യോബിനെ കാണുവാൻ കഴിയും. ഏലിയാവിനെ ചൂരച്ചെടിയുടെ തണലിലിട്ട് തീർക്കും, നിന്റെ ശുശ്രൂഷ തീർന്നെന്ന് വെല്ലുവിളിച്ചു പറഞ്ഞ ഇസബേലിന്റെ മുൻപിൽ
ഏലിയാവിന്റെ ആത്മാവിനെ എടുക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അഗ്നി രഥങ്ങളെ അയച്ച ഒരു ദൈവം ഇന്നും ജീവിക്കുന്നെന്ന് എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്ക് കേൾക്കണോ ആഹാബ് എങ്ങനെയാണ് മരിച്ചതെന്ന്? രാജാവായിരുന്ന ആഹാബ് ഒരു ദിവസം പടയിൽ ഞാൻ രാജാവാണെന്ന് കാണുമ്പോ എന്നെ എയ്തു കൊയ്യുമെന്നോർത്ത് വേഷപ്രച്ഛന്നനായി പടയുടെ ഇടയിൽ ഒളിച്ചു നിന്ന ആഹാബിന്റെ അടുക്കലേക്ക് വഴി തെറ്റി വന്ന ഒരു അമ്പ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അറിയാതെ ആരുടെയോ കയ്യിൽ നിന്ന് വഴിതെറ്റി വന്ന ഒരു അമ്പ് ആഹാബിനെ വീഴ്ത്തിക്കളഞ്ഞു. ഇസബേല്, അന്തപുരത്തിൽ ഇരിക്കുന്ന ഇസബേല് കരുതി എന്റെ കയ്യിലാണ് രാജ്യവും മഹത്വവും മുഴുവനെന്ന് കരുതിയ ഇസബേലിനെ അവളായിരുന്ന അന്തപുരത്തിന്റെ ടെറസിൽ സകല മഹത്വവും വിളിച്ചോതിക്കൊണ്ട് അവള് നടക്കുമ്പോ ദൈവം താഴെ ഒരു യേഹുവിനെ കരുതി യേഹുവിന്റെ വാക്ക് കേട്ട് ഇസബലിനെ അവളായിരുന്ന പദവിയിൽ നിന്ന് തള്ളിയിടുവാൻ ദൈവം ഒരു യേഹുവിനെ കരുതിയെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, വാക്കുകൾ കൊണ്ട് വേദനിച്ച് നീ തനിച്ചായിരിക്കുന്നെങ്കിൽ, ഇനി എനിക്ക് ലോകത്തെ അഭിമുഖീകരിക്കാൻ കഴിയില്ലെന്ന് നീ സ്വയം പറഞ്ഞ് ആത്മഹത്യയാണ് എൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരമെന്ന് നീ ഓർത്ത് നിന്റെ രക്തം ചൂട് പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നീ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ ഒരു വ്യക്തിയുണ്ട്. 2025 വർഷങ്ങൾക്ക് മുൻപ് ഇതാ ഗോകുൽത്തായുടെ കൊലമരത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ ഒരുവൻ സ്വന്തം പിതാവ് നമുക്ക് വേണ്ടി കൈവിട്ടപ്പോ ഒരു സ്നേഹിതൻ പോലും ഇല്ലാതെ ആ ക്രൂശിൽ സ്വന്തം തോളിൽ തല ചായ്ച്ചു പ്രാണനെ വിട്ട യേശു ചുമന്ന ക്രൂശിന്റെ ഭാരം 40 റാത്തലാണെന്നാ പറയുന്നത്. എന്നാൽ നിങ്ങൾക്കറിയണോ, 40 റാത്തൽ ഭാരം ചുമന്നപ്പോഴും തൻ്റെ ശിരസിന്മേൽ മുൾക്കിരീടം ചൂടി ആ മുൾക്കിരീടം തൻ്റെ കണ്ണുകളെ തുളച്ച് പുറത്തു വന്നപ്പോഴും തൻ്റെ പുറം ഉഴവ് ചാലുകൾ പോലെ കീറി ചാട്ടവാർ അടികൊണ്ടവൻ പുളഞ്ഞപ്പോഴും മാംസം കൊളുത്തി വലിച്ച് നിലത്ത് വീണപ്പോഴും എൻ്റെ കർത്താവ് കരഞ്ഞില്ല. പക്ഷേ 3.5 വർഷക്കാലം എൻ്റെ കർത്താവിൻ്റെ കൂടെ നടന്ന് അവന്റെ കയ്യിൽ നിന്ന് അപ്പം മേടിച്ച് തിന്ന് അവൻ വള്ളവും വലയും നിറച്ചു കൊടുത്ത് സമാധാനത്തോടെ കൂടെ കൊണ്ടു നടന്ന തൻ്റെ അരുമ ശിഷ്യനായ പത്രോസ് വെറും ഒരു ബാല്യക്കാരി പെൺകുട്ടിയുടെ മുൻപിൽ ഞാൻ ഇവനെ അറിയുന്നില്ല എന്നും പറഞ്ഞ് എൻ്റെ കർത്താവിനെ കൂടെ നടന്ന സ്വന്തം പ്രാണനെ പോലെ കർത്താവ് സ്നേഹിച്ച പത്രോസ് ഭൗതികമായ ചില നന്മയ്ക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ ചില സുഖത്തിന് വേണ്ടി കൂടെ നിന്നാൽ എനിക്ക് അനുഗ്രഹമാണെന്ന് കണ്ട് ഒരു കൂട്ടം ജനങ്ങളുടെ മധ്യത്തിലേക്ക് എൻ്റെ കർത്താവിനെ തള്ളിപ്പറഞ്ഞവൻ മാറിയപ്പോ വചനം വായിച്ചവർക്ക് മനസ്സിലാകും, എൻ്റെ കർത്താവ് അവനെ തിരിഞ്ഞൊരു നോട്ടം നോക്കി. ആ നോട്ടത്തിലുണ്ടായിരുന്നു, സ്നേഹിത, നീ എൻ്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവ് അത് ഉണക്കുന്ന മുറിവല്ല. നമുക്ക് ഏവർക്കും അറിയാം, നമ്മുടെയൊക്കെ ഭിത്തിയിൽ നമ്മൾ ആണി കൊണ്ട് ആഴത്തിൽ അടിക്കും. ആവശ്യങ്ങളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ആണി വലിച്ചൂരും. പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞെ, നീ അടിച്ച ആണിയുണ്ടല്ലോ, അത് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും
ആരത് വലിച്ചൂരിയെന്ന് നിനക്ക് തോന്നിയാലും നീ ഇട്ട ആ മുറിവുണ്ടല്ലോ, എത്ര ആഴത്തിലാണ് നീ ആ ആണി അടിച്ച് ഭിത്തിയിൽ പതിപ്പിച്ചു. ആണി ഒരു പക്ഷേ ഊരി മാറ്റിയത് കൊണ്ട് ആണി ആരും കാണുന്നില്ലെങ്കിലും നീ ഏൽപ്പിച്ച മുറിവ് അത് മായ്ക്കുവാൻ ഒരു പക്ഷേ ലോകത്തിനാർക്കും കഴിയാതെ വരുമ്പോഴാണ് പലരും ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. എൻ്റെയും നിങ്ങളുടെയും വാക്കുകൾ ഇന്നും ആരുടെയെങ്കിലും ഹൃദയത്തിന് മുറിവായി, അത് ഉണക്കുവാൻ കഴിയാത്ത വേദനയായി, നീറ്റലായി ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന വ്യക്തിയെ നോക്കി പ്രിയ സഹോദര പറയുവാൻ കഴിയുമോ? ജീവിതം തീർന്നിട്ടില്ല. വാക്കുകൾ കൊണ്ട് ചുറ്റും നിൽക്കുന്നവർ നിന്നെ വേദനിപ്പിക്കുമ്പോഴും നീ ഭാരപ്പെടരുത്. കാരണം നിന്നെ സ്നേഹിപ്പാൻ കാൽവറിയിൽ സകലതും സഹിച്ച ഒരു യേശുവുണ്ട്. അവൻ നിനക്ക് പ്രാണ സ്നേഹിതനെ പോലെ, ആരുമില്ലാതെ നീ തനിച്ചിരിക്കുമ്പോ നിന്റെ തോളിൽ അവന്റെ തോളിൽ നിന്നെ ചാരി നിർത്തും. ആ ക്രിസ്തുവിനെ നീ ഒരു നിമിഷം ധ്യാനിച്ചാൽ, നീ ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന് തീരുമാനിക്കുന്ന നിന്റെ ജീവിതത്തിൽ നിന്ന് നിനക്ക് അനേകർക്ക് പ്രയോജനമായി നിന്നെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, വാക്കുകൾ കൊണ്ടുള്ള മുറിവ് അത് വലുതാ. അതൊരു മനുഷ്യനെ അവനായിരിക്കുന്ന പ്രൊഫഷനിൽ നിന്ന്, അവനായിരിക്കുന്ന റെപ്യൂട്ടേഷനിൽ നിന്ന്, അവനായിരിക്കുന്ന കരിയറിൽ നിന്ന് അനേകർക്ക് അനുഗ്രഹവും അനേകർക്ക് ആശ്വാസവുമായി തീരേണ്ട ചില വ്യക്തികളെ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ച് ശോഭിക്കേണ്ട മണ്ഡലങ്ങളിൽ നിന്ന് ഒരു പക്ഷേ മാറ്റി നിർത്തുവാൻ കഴിഞ്ഞാലും എത്ര പേർക്ക് എൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പറയുവാൻ കഴിയും, എൻ്റെ വാക്കുകൾ ഇനി മുതൽ ഉപ്പിനാൽ രുചിയുള്ളതും കൃപയോട് കൂടിയതുമായിരിക്കും. ഞാൻ മുറിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇനി നിൽക്കില്ല. ഞാൻ എൻ്റെ വാക്കുകൾ പൊൻതാലത്തിലെ നാരങ്ങ പോലെ നല്ലതായിരിക്കും. അത് ചിലരുടെ മുറിവുകൾ ഉണക്കുവാനായിരിക്കും. സഹോദര, നീ വിചാരിച്ചാൽ, എൻ്റെ കുഞ്ഞെ നീ വിചാരിച്ചാൽ, ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ നിൽക്കുന്ന നിന്റെ കൂട്ടുകാരന്റെ ജീവിതത്തിന് ഇല്ല, ഈ ഫുൾ സ്റ്റോപ്പ് ഞാനൊരു കോമയാക്കി മാറ്റും, നിനക്കിനി അധിക ദൂരം സഞ്ചരിപ്പാനുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഉന്നത സ്ഥാനങ്ങളിലെത്തിയ ശ്രേഷ്ഠ വ്യക്തികളുടെ ഒക്കെ ജീവചരിത്രം പഠിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവരെല്ലാം ജീവിതത്തിൽ ത്യജിക്കപ്പെട്ടവരാ. ഒരു പക്ഷേ അധ്യാപകർ നല്ലതല്ലെന്ന് പറഞ്ഞവര്, മാതാപിതാക്കള് ഇത് ആമേൻ ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞവര്, ഈ വീട്ടിൽ ഈ മകള് ശുഭമാകില്ല എന്ന് പറഞ്ഞവര്, അവരൊക്കെ ആ ഒരു കാലത്ത് പിന്നെ ശോഭിച്ച് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കണം: ദൈവമേ, എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും എൻ്റെ വാക്കിലെ വാക്കുകളും എന്നും അങ്ങേക്ക് പ്രസാദകരമായി മറ്റുള്ളവരുടെ മുറിവുകൾക്ക് അല്പം എണ്ണ പകരുന്നതാക്കി എന്നെ ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. മാറാനാഥ. ഗോഡ് ബ്ലെസ് യു.